സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന ഇടങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. കൊല്ലം ജില്ലയിലെ പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 തവണയായി UDF മുന്നണിയിൽ പ്രവർത്തിക്കുന്ന RSPയിലെ NK പ്രേമചന്ദ്രനാണ് മണ്ഡലത്തിലെ ജനപ്രതിനിധി. 2014-ൽ LDF വിട്ട് UDF പാളയത്തിലേക്ക് ചേക്കേറിയ RSPക്ക് LDFൽ അവർ കൈവശം വച്ചിരുന്ന കൊല്ലം മണ്ഡലം തന്നെ ലഭിക്കുകയായിരുന്നു. RSP UDF മുന്നണിയിൽ ചേർന്നതിന് പിന്നാലെ ഉടലെടുത്ത ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് ഇതുവരെ തീരുമാനമായിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്തവണ കൊല്ലം മണ്ഡലത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ RSP LDF ബന്ധം ഉപേക്ഷിച്ച 2014-ലെ സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കാം. 2014-ൽ ഒരു സുപ്രഭാതത്തിൽ LDF ബന്ധം ഉപേക്ഷിച്ച് UDFിലേക്ക് പോയ RSPയെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന പിണറായി വിജയനായിരുന്നു. അന്ന് പ്രേമചന്ദ്രനെതിരെ പിണറായി വിജയൻ പ്രയോഗിച്ച പരനാറി പരാമർശം വലിയ രീതിയിൽ ചർച്ചയാവുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആ പരാമർശത്തെ UDF CPMനെതിരെ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും LDFിനേക്കാൾ 4% വോട്ടുകൾ മാത്രമാണ് UDFന്, അതായത് RSPക്ക് അന്ന് നേടാൻ കഴിഞ്ഞത്. മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി MA ബേബിക്കെതിരെ അന്ന് പ്രേമചന്ദ്രൻ 37,649 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. അതേസമയം 2019 തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ സിറ്റിംഗ് MPയായ NK പ്രേമചന്ദ്രന്റെ ഇമേജ് കുറച്ചുകൂടി വർദ്ധിച്ചിരുന്നു. മാത്രമല്ല, രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതും ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും കത്തിക്കയറി നിൽക്കുന്ന സമയം കൂടിയായിരുന്നു അത്. രാഹുൽ ഗാന്ധി അവസാന ബസ്സിലെ ഡ്രൈവറാണെന്നും ആ ബസ്സിലെ കണ്ടക്ടർ താനാണെന്നും അവകാശപ്പെട്ടുകൊണ്ടാണ് NK പ്രേമചന്ദ്രൻ അന്ന് പ്രചരണം നടത്തിയത്. മാത്രമല്ല, ശബരിമല വിഷയത്തെ പരമാവധി LDFിനെതിരെ ഉപയോഗിക്കാനും പ്രേമചന്ദ്രൻ ശ്രമിച്ചിരുന്നു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ സബ്മിഷൻ കൊണ്ടുവന്നത് പ്രേമചന്ദ്രനായിരുന്നു. അതിൻ്റെ പേരിൽ മണ്ഡലത്തിലെ നായർ വോട്ടുകൾ പ്രേമചന്ദ്രന് അനുകൂലമായി മാറി. കൊല്ലം മണ്ഡലത്തിലെ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ശബരിമല വിഷയം പറഞ്ഞും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്ന കാര്യം പറഞ്ഞുമാണ് പ്രേമചന്ദ്രൻ വോട്ട് പിടിച്ചതെന്ന് അന്ന് LDF കേന്ദ്രങ്ങൾ ആരോപിച്ചിരുന്നു. ശബരിമല വിഷയവും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ള വിശ്വാസവും ആടി നിൽക്കുന്ന ഈഴവ വോട്ടുകളെ പ്രേമചന്ദ്രന് അനുകൂലമാക്കി മാറ്റി. മാത്രമല്ല, വലിയ രീതിയിൽ CPM CPI വോട്ടുകളും പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ മുസ്ലിം വോട്ടുകളും പ്രേമചന്ദ്രന് ലഭിച്ചു. അതുകൊണ്ട് തന്നെ 3 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ കൊല്ലം മണ്ഡലത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഇത്തവണ ഈ സാഹചര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ച വിരുന്നിൽ NK പ്രേമചന്ദ്രൻ MP പങ്കെടുത്തതും അതിനുശേഷം അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളും വലിയ രീതിയിലുള്ള അതൃപ്തി വരുത്തിവച്ചിട്ടുമുണ്ട്. കൊല്ലം മണ്ഡലത്തിലെ മുസ്ലിം വോട്ടുകൾ ഇക്കാര്യം കൊണ്ട് തന്നെ പ്രേമചന്ദ്രൻ്റെ എതിരാളിയായ മുകേഷിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. അതേസമയം മുസ്ലിം സമുദായത്തിലെ ഹാർഡ് കോർ കോൺഗ്രസ് അനുഭാവികളായവരുടെ വോട്ടുകൾ പ്രേമചന്ദ്രന് തന്നെ ലഭിച്ചേക്കാം എന്നും വിലയിരുത്തപ്പെടുന്നു. മണ്ഡലത്തിലെ ഈഴവ OBC വോട്ടുകൾ ഏകീകരിക്കുകയും അത് മുകേഷിന് ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഇത്തവണത്തേതെന്നാണ് സൂചനകൾ. ഈ സാഹചര്യത്തിലാണ് BJP സ്ഥാനാർത്ഥിയായി നടൻ കൃഷ്ണകുമാറിന്റെ കടന്നുവരവിന് പ്രസക്തിയേറുന്നത്. 2019-ൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച KB സാബു 1,07,000 വോട്ടുകളാണ് മണ്ഡലത്തിൽ നേടിയത്. KB സാബുവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷം ആരാണ് സാബു എന്ന് BJP പ്രവർത്തകർ പോലും ചോദിച്ച ഒരു സമയമുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും കഴിഞ്ഞ് 4 ദിവസങ്ങൾക്ക് ശേഷമാണ് സാബു പ്രചരണത്തിന് ഇറങ്ങുകയും BJP പ്രവർത്തകരെ കാണുകയും ചെയ്തത്. എന്നിട്ട് പോലും 1 ലക്ഷത്തിലധികം വോട്ട് സാബുവിന് പിടിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ BJPക്ക് കൊല്ലം മണ്ഡലത്തിന് വോട്ട് ബാങ്ക് ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. മാത്രമല്ല, കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ BJP സ്വന്തമാക്കിയത് 3.5 ലക്ഷം വോട്ടുകളാണ്. അതിൽ 1.5 ലക്ഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ച വോട്ടുകളായി കണക്ക് കൂട്ടിയാലും ബാക്കി 2 ലക്ഷം വോട്ടുകൾ BJPയുടെ സ്ഥിരം വോട്ടുകളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തവണ കൃഷ്ണകുമാർ ഏകദേശം 1.5 ലക്ഷത്തോളം വോട്ടുകൾ പിടിക്കുമെന്നാണ് CPM വിലയിരുത്തുന്നത്. ഈ 1.5 ലക്ഷത്തോളം വോട്ടുകൾ പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷ വോട്ടുകളാണ്. കൃഷ്ണകുമാർ എത്ര വോട്ടുകൾ കൂടുതൽ പിടിക്കുന്നുവോ അത്രത്തോളം പ്രേമചന്ദ്രൻ്റെ വോട്ടുകൾ കുറയുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. BJP പ്രവർത്തകർ കൃഷ്ണകുമാറിന് നൽകുന്ന വോട്ടുകൾ കൃഷ്ണകുമാറിനുള്ള വോട്ടുകളല്ല, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുള്ള വോട്ടുകളാണ്. അതേസമയം BJPയുടെ ചില ഹാർഡ് കോർ അനുയായികൾ വോട്ട് നൽകിയത് പ്രേമചന്ദ്രനാണെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട കൊല്ലം നിയമസഭാ മണ്ഡലം പ്രേമചന്ദ്രന് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്ന ഇടമാണ്. ഇതേ മണ്ഡലം തന്നെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും MLAയുമായ മുകേഷിന് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി നിൽക്കുന്നത്.
അതേസമയം കൊല്ലം ഒഴിച്ചുള്ള മറ്റു മണ്ഡലങ്ങളിൽ മുകേഷിനെ താരാരാധനയോടെയാണ് ജനങ്ങൾ കാണുന്നത്. മുകേഷ് തനി ഒരു കൊല്ലംകാരനാണെന്ന് അറിയാമെങ്കിലും തങ്ങൾ സിനിമയിൽ കണ്ട വ്യക്തിയോട് ചെറുതല്ലാത്ത ഒരു ആരാധന അവർക്കുണ്ട്. ബി.ജെ.പി. സ്ഥാനാർത്ഥിയും നടനുമായ കൃഷ്ണകുമാറിനെക്കാളും അവർക്കറിയാവുന്നത് മുകേഷിനെയാണ്. ആ ഒരു പ്രത്യേകതയുടെ ഭാഗമായാണ് കൊല്ലം ആര്യങ്കാവ് കരയാളർ തോട്ടത്തിൽ തന്നെ സ്വീകരിക്കാനെത്തിയ സംഘത്തിനൊപ്പം മുകേഷ് നൃത്തം ചെയ്തത്. ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ എന്നിവിടങ്ങളിൽ മുകേഷിന് വലിയ രീതിയിലുള്ള വോട്ട് ശതമാനം വർദ്ധിക്കും എന്നാണ് കണക്കുകൂട്ടപ്പെടുന്നത്. ഈ 3 നിയമസഭാ മണ്ഡലങ്ങളിലും കൂടി ഏകദേശം 20,000 വോട്ടുകൾ ലീഡ് വരുമെന്നും പ്രതീക്ഷിക്കുന്നു. കുളത്തൂപ്പുഴ ഉൾപ്പെടുന്ന CPI പ്രദേശങ്ങൾ ഇത്തവണ മുകേഷിനൊപ്പം നിൽക്കുകയാണ്. 2019-ൽ CPM സ്ഥാനാർത്ഥിക്കെതിരെ CPI പാലം വലിച്ചു എന്ന ആരോപണം നേരിട്ടിരുന്നു. എന്നാൽ ഇത്തവണ CPIയും CPMും ഒരേ മനസ്സോടെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. കിഴക്കൻ മേഖലയിലെ CPIയുടെ മുഖമായ PS സുബാൽ മുകേഷിനു വേണ്ടി ആത്മാർത്ഥതയോടെ തന്നെ പ്രചരണം നയിച്ചതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. കിഴക്കൻ മേഖലകളിൽ O മാധവന്റെ മകൻ മുകേഷ് CPIയുടെ ആളായാണ് അറിയപ്പെടുന്നത്. മണ്ഡലത്തിലെ ന്യൂട്രൽ വോട്ടുകൾ മുകേഷ് സ്വന്തമാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് പ്രചരണം സംബന്ധിച്ച് ഇടതുപക്ഷത്തിന്റെ സൈബർ ക്യാമ്പ് വളരെ സജീവമായിരുന്നു. പ്രേമചന്ദ്രനും RSPയും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത രീതിയിലാണ് ഇടതുപക്ഷ സൈബർ ക്യാമ്പ് നീക്കങ്ങൾ നടത്തിയത്. ഇടതുപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് പിറ്റേ ദിവസം പ്രേമൻ മറുപടിയുമായി എത്തുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു. പുതുതായി ഒന്നും പറയാനില്ലാതെ ഇടതുപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകുക മാത്രമാണ് പ്രേമചന്ദ്രൻ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ചെയ്തതെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. മാത്രമല്ല, CAAയുമായി ബന്ധപ്പെട്ട UDFന്റെ നിസ്സഹകരണ മനോഭാവവും പ്രേമനെ കുറച്ചൊന്നുമല്ല പ്രതിസന്ധിയിലാക്കിയത്. കൊല്ലം മണ്ഡലത്തിലെ അയത്തിൽ വച്ച് നടന്ന റിപ്പോർട്ടർ TVയുടെ ചർച്ചയിൽ മുസ്ലിങ്ങൾ CAA വിഷയം ഉയർത്തിക്കാട്ടി രംഗത്തെത്തിയതും അതിന് ഉദാഹരണമാണ്. ചുരുക്കി പറഞ്ഞാൽ, കണ്ണുമടച്ച് പാല് കുടിച്ച് സീറ്റ് 4 മടക്കി കക്ഷത്തിൽ വച്ചുകൊണ്ട് പോകാൻ പറ്റിയ സാഹചര്യമല്ല ഇപ്പോൾ പ്രേമചന്ദ്രന്. മുകേഷ് ശക്തനായ എതിരാളി തന്നെയാണ്. കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് ഇടതുപക്ഷം പ്രചരണം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. വോട്ടെടുപ്പിന് ശേഷം ഇക്കാര്യത്തിൽ അവരുടേതായ കണക്കുകൂട്ടലുകളും അവർ നടത്തിയിട്ടുണ്ട്. ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് സംസ്ഥാനത്ത് LDF 12-13 സീറ്റുകൾ പിടിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിലൊന്ന് കൊല്ലമായിരിക്കും എന്നുള്ളതാണ്. കൊല്ലത്തെ മൈനോറിറ്റി സമൂഹം ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുമ്പോൾ അത് തനിക്ക് വോട്ടായി മാറുമെന്ന് തന്നെയാണ് മുകേഷ് വിശ്വസിക്കുന്നതും പ്രേമചന്ദ്രൻ ഭയക്കുന്നതും. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. പണ്ട് കൊല്ലം കേന്ദ്രമാക്കി RSP എന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു അവർ. കൊല്ലം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചാൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം RSPക്കായിരുന്നു. ചിലപ്പോഴൊക്കെ 2-3 മന്ത്രിമാരൊക്കെ പാർട്ടിക്കുണ്ടായിരുന്നു. RSPയുടെ കമ്മിറ്റി ഓഫീസുകളിൽ മന്ത്രിമാരുടെയും MLAമാരുടെയും കാറുകൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാഴ്ചകളും കാണാമായിരുന്നു 2014 വരെ. അതിനുശേഷം അത്തരത്തിലുള്ള ഒരു കാഴ്ചയും കൊല്ലംകാർ കണ്ടിട്ടില്ല. ഒരു MPയുടെ വാഹനം ഇടയ്ക്കിടെ റോഡുകളിലൂടെ പോകുന്നത് മാത്രമാണ് അവർക്ക് RSPയുമായി ബന്ധപ്പെട്ട് ആകെ കാണാൻ സാധിക്കുന്ന കാഴ്ച. RSP നേതാക്കളായ ഷിബു ബേബി ജോണും അസീസുമൊക്കെ ഭാവിയില്ലാത്ത ഭൂതങ്ങളായി കൂമ്പടഞ്ഞു. അവർ ഇന്ന് ജീവിക്കുന്നത് പ്രേമചന്ദ്രനെ MP ആക്കാൻ വേണ്ടി മാത്രമാണെന്ന് തോന്നിപ്പോവുകയാണ്.